സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത നാം എല്ലാം കണ്ടുപോയി. ബംഗാൾ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാളിൽ വോട്ട് ചെയ്യാനായി പോയ ബംഗാളികളായിട്ടുള്ള നമ്മുടെ അതിഥി തൊഴിലാളികൾ തിരിച്ചു വരണം, തിരികെ വായോ പൊന്നുമക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും അല്ലാത്തവരും ഒക്കെ വിമാനം വരെ ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുക. ഒന്ന് കയറി വാടാ, ഒന്ന് വന്നിട്ട് ഇവിടെ പണി തുടങ്ങാനാണ് എന്ന് പറഞ്ഞ. അപ്പോ ഇവിടുന്ന് പോയ ബംഗാളികള് ഞങ്ങൾ ഇനി തിരിച്ചു വരുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിൽ ജീവിച്ചാൽ മതി എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സർ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. സർ, ബംഗാൾ മാറുകയാണ്. ബംഗാളിൽ BJP ഭരണം തുടങ്ങിയിരിക്കുന്നു. ബംഗാളിന്റെ മഹിമ വീണ്ടെടുക്കപ്പെടുകയാണോ? തീർച്ചയായിട്ടും ബംഗാളിലെ മാറ്റം വലിയ പ്രതീക്ഷാ നിർഭരമാണ്. ബംഗാൾ നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് അവരാദ്യമായി തലസ്ഥാനമാക്കിയത് കൽക്കട്ടയായിരുന്നു. പിന്നീടാണ് ഡൽഹിയിലേക്ക് മാറുന്നത്. കാരണം അന്ന് കൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. സാമ്പത്തിക തലസ്ഥാനം എന്ന് മാത്രമല്ല, ബൗദ്ധിക തലസ്ഥാനവും കൽക്കട്ടയായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദ സ്വാമികളും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ധീരദേശാഭിമാനികൾ എല്ലാവരും തന്നെ അവിടെ നിന്നാണ് ഉദയം കൊണ്ടത്. ഇന്നത്തെ BJPയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും ബംഗാളുകാരൻ തന്നെയാണ്. അങ്ങനെ ഇന്ന് ബംഗാൾ എന്ത് ചിന്തിക്കുന്നുവോ നാളെ ഭാരതം അത് ചിന്തിക്കുന്നു എന്ന് ഒരു ചൊല്ലു തന്നെ ഉണ്ടായിരുന്നു. ശരിയായിരുന്നു. കോൺഗ്രസ് പാർട്ടി ആധിപത്യം സ്ഥാപിച്ച ആ കാലഘട്ടം, അതുപോലെ തന്നെ BJPയുടെ ആദ്യ രൂപമായിട്ടുള്ള ജനസംഘത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദേശം, ഭാരതത്തിന്റെ ആധ്യാത്മികത കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിയ വിവേകാനന്ദന്റെ ജന്മദേശം, ആ ചിന്തിച്ചതുപോലെയാണ് പിന്നെ ഇന്ത്യ ചിന്തിച്ചത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഒരു മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് ചിന്ത. അതുപോലെ ബംഗാൾ കമ്മ്യൂണിസത്തിലേക്ക് മാറിയപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായി. 68 സീറ്റോട് കൂടി ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരെ എത്താൻ സാധിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് കമ്മ്യൂണിസം നാമാവശേഷമായി, ഇന്നവിടെ കോൺഗ്രസ് നാമാവശേഷമായി, ഇന്നവിടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ദേശീയതയാണ്, ഹിന്ദുത്വമാണ്. അപ്പോൾ ആ ദേശീയത സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും പാത ഒരുക്കുകയാണ്. ഇപ്പോൾ BJP ഭരണം വന്നപ്പോഴേക്കും അവിടെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP ഭരണത്തിലെത്തിയപ്പോൾ ഉണ്ടായ സാമ്പത്തിക പുരോഗതി തീർച്ചയായിട്ടും ഇനി ബംഗാളിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ബംഗാളിലേക്ക് പോയവര് ഇനി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബംഗാൾ വ്യാവസായികമായി, വാണിജ്യപരമായി, കാർഷിക മേഖലയിലും എല്ലാം വൻ കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് അവിടെ തൊഴിൽ കിട്ടും, പണം കിട്ടും, അവർക്ക് ജീവിക്കാൻ പറ്റും. ഇനി മറ്റൊരു കാരണം, ഏതാണ്ട് 92 ലക്ഷം പേര് ബംഗ്ലാദേശികൾ ബംഗാളികളാണ് എന്ന വ്യാജ കാർഡ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാരും മമതാ ബാനർജിയും അവരെ ഇന്ത്യക്കാരാക്കി ഇന്ത്യ മുഴുവൻ അയച്ചിരുന്നു. അതിൽ നല്ലൊരു വിഭാഗം കേരളത്തിൽ വന്നു. കാരണം ഇവിടെ LDF UDF വരെ പിന്തുണച്ച അതിഥി തൊഴിലാളികൾ എന്ന് സ്വീകരിക്കുന്നത് കൊണ്ട് ഈ ബംഗ്ലാദേശികളൊക്കെ ബംഗാളികൾ എന്ന പേരിൽ ഇവിടെ വന്ന് പണിയെടുത്തു. തിരിച്ചവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് വോട്ടവകാശം പോലും ഇല്ല. നേരെ വിട്ടുപോയി അവരൊക്കെ തന്നെ ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിന്റെ പാർലമെന്റില് ഒരു MP എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 1 കോടിയോളം ആൾക്കാരാണ് തിരിച്ചു വരുന്നത്, ഇവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ, വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സത്യമാണ്, 1 കോടിയോളം പേര് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയതിൽ നല്ലൊരു വിഭാഗം കേരളത്തിലൊക്കെ പണിയെടുത്തിരുന്ന ബംഗാളികൾ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഒരു നല്ല വിഭാഗം ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി, ഇനി അവർക്ക് വരത്തില്ല. മറ്റൊരു നല്ല വിഭാഗം പശ്ചിമ ബംഗാളിൽ ഒരു ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാൻ, സകല മേഖലകളിലും പണിയെടുക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഗണ്യമായ കുറവ് അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് വന്നവരെ, മഹാഭൂരിപക്ഷവും ബംഗാളായിരുന്നു അത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്ത് ഒരു കനത്ത ആഘാതമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക. കേരളത്തിന്റെ വർക്ക് ഫോഴ്സിൽ 40 ലക്ഷത്തോളം പേരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. ആ 40 ലക്ഷത്തിൽ ഏതാണ്ട് 25 ലക്ഷം പേരും ഈ ബംഗാളികളാണ്, ബംഗ്ലാദേശികളും ബംഗാളികളുമാണ്. ആ 25 ലക്ഷം എന്ന് പറയുമ്പോൾ 1/4 കോടി ജനങ്ങളാണ്. അവര് വിഡ്രോ ചെയ്താൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരും. കാർഷിക മേഖല, ബിസിനസ് മേഖല, വ്യവസായ മേഖല എല്ലാം തകരും.
തട്ടുകടയിൽ പോലും ഇന്ന് നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സാമ്പത്തിക ആഘാതം ഏൽക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അതായത് ബംഗാളിൽ BJP ഭരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ പ്രഹരമായിരിക്കും സാമ്പത്തിക മേഖലയിൽ കേരളം നേരിടേണ്ടി വരുന്നത്. സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയില് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാണ്, കൺസ്ട്രക്ഷൻ പണിക്കാണ് ഇത്തരത്തിൽ ഉള്ള ബംഗാളികളായിട്ടുള്ളവർ അങ്ങോട്ട് പോയവർ തിരിച്ചു വന്നിട്ടില്ല. കൺസ്ട്രക്ഷൻ മേഖല ആകെ അവതാളത്തിലാണ്. അവർ വാങ്ങിവെച്ച കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പലതരം പിന്നെ ഉൽപ്പന്നങ്ങളും, അതായത് നമ്മളെ പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്, ഇപ്പൊ സിമന്റ് ആയാലും കമ്പി ആയാലും അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതായിട്ടുള്ള സമയബന്ധിതമായ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം മുടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സാർ, ഇതിനകത്ത് നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇവർക്ക് തിരിച്ചു വരാതിരിക്കാൻ തന്നെ അത്തരത്തിൽ ഒരു സമൂലമായ ഒരു മാറ്റം ബംഗാളിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ ആദ്യം പുനഃസ്ഥാപിച്ചത് എന്തായിരിക്കണം? ബംഗാളിൽ ഈ ഭരണം മാറുമ്പോൾ അവിടെ ആദ്യം അവർ കണ്ട ഒരു വസ്തുത എന്തായിരിക്കണം? അവരുടെ സ്വന്തം നാട്ടിൽ അവർ കണ്ട ഒരു വസ്തുത എന്തായിരിക്കണം? എന്തെങ്കിലും ഒന്ന് കാണാതെ അവർ നിൽക്കില്ലല്ലോ. അതായത് ബംഗാളില് വ്യവസായം, വാണിജ്യം, കൃഷി എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അടച്ചു പൂട്ടപ്പെടുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ 35 വർഷത്തെ ഭരണവും മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണവും കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം അവിടെ ഈ പറഞ്ഞ എല്ലാ ഉൽപാദന മേഖലകളും അടച്ചു പൂട്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മമതാ ബാനർജിയുടെ കാലം വന്നപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഓഫീസ് പോലും അടച്ചുപൂട്ടി. കോൺഗ്രസിന്റെ 550, CPM-ന്റെ 550 ഓഫീസുകളാണ് BJP തുറന്നു കൊടുത്തത്. ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടിയത് തുറന്നു കൊടുത്തു. ഇതുപോലെ തന്നെ അവിടെ അടച്ചുപൂട്ടിയ വ്യവസായശാലകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ കാർഷിക അനുബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അടക്കം ഇതെല്ലാം തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതായത് നിർമ്മാണ മേഖല കുതിച്ചു വരാൻ പോവുകയാണ്. അത് ബിസിനസ്സിലുണ്ട്, വ്യവസായത്തിലുണ്ട്, കൺസ്ട്രക്ഷനിലുണ്ട്, അതുപോലെ FMCG മേഖലയിലുണ്ട്, അഗ്രികൾച്ചർ മേഖലയിലുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു വലിയ കുതിച്ചുചാട്ടം അവർക്ക് പ്രതീക്ഷയുണർത്തുകയാണ്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ പദ്ധതികൾ, 10,000-കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഇനി ബംഗാളിൽ നടക്കും. ഇതുവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പം കിസാൻ സമ്മാൻ നിധി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മേഖലയിലും കേന്ദ്ര പദ്ധതികൾ ബംഗാളിൽ വേണ്ട. PM ശ്രീ പദ്ധതി വേണ്ട, 70 വയസ്സിന് മുകളിലുള്ള ഇൻഷുറൻസ് വേണ്ട, അതുപോലെ കേന്ദ്ര പദ്ധതികളായ നബാർഡിന്റെ കീഴിലുള്ള മത്സ്യസമ്പദ യോജന പോലെയുള്ള പദ്ധതികൾ വേണ്ട, അതുപോലെ സൂര്യഘർ ബിജിലി യോജന, അതായത് സോളാർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി ഉപയോഗിച്ച് ബിസിനസ് വ്യവസായം നടത്തുന്ന ആ പരിപാടി വേണ്ട. അങ്ങനെ എല്ലാ പരിപാടിയും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിരോധിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് അതെല്ലാം ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് വരുന്നത്. അപ്പൊ അതാണ് ഇവർ തിരിച്ചു വരാത്തതിന്റെ കാരണം. സാർ, മറ്റൊന്നും കൂടെ നമുക്ക് പറഞ്ഞു വെച്ചുകൂടെ സാർ? എല്ലാത്തിനും ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടല്ലോ, ആ യുദ്ധകലുഷിതമായ അന്തരീക്ഷം. സാർ തന്നെ സംസാരത്തിലുടനീളം പറഞ്ഞ 33 വർഷത്തിലധികമായി CPM-ന്റെ തേർവാഴ്ച, ഭരണത്തിലെ തേർവാഴ്ച, അതേ ചുവടി പിടിച്ചുകൊണ്ട് മമതയുടെ തേർവാഴ്ച. അപ്പോൾ അവിടെ നമ്മളെല്ലാത്തിനും ഇപ്പോൾ ഒരു ചെറിയ ഗൃഹമാണെങ്കിൽ തന്നെയും, ഒരു വീടാണെങ്കിൽ തന്നെയും, പട്ടിണിയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. അതുപോലെ അവിടെ ഒരു സമാധാന അന്തരീക്ഷം വന്നതിന്റെ തെളിവ് എന്ന് തന്നെ നമുക്കൂടെ പറഞ്ഞുകൂടെ എന്ന് അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതല്ലേ എന്റെ നിസ്സംശയം പറയാം. കാരണം കഴിഞ്ഞ ഇലക്ഷനുകൾ നടക്കുമ്പോൾ ഇലക്ഷൻ ഡേറ്റിന് മുമ്പ് തന്നെ 100ഓളം ആൾക്കാർ സംഘടനകളിൽ മരിക്കുകയായിരുന്നു അവിടുത്തെ പതിവ്. അത്ര വലിയ അക്രമമാണ് ഇലക്ഷന് മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ നോക്കൂ, ഇലക്ഷൻ വരെ ഒരാൾ പോലും മരിച്ചിട്ടില്ല, ഒരൊറ്റ ആളുടെ മരണം പോലും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? കർശനമായി BJP കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് സമാധാനപരമായി 92% പേർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം 1 കോടി രൂപ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് സുവേന്ദ്രു അധികാരിയുടെ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയത്. അപ്പോ ഇലക്ഷന് ശേഷമാണ് 2 കൊലപാതകങ്ങളെങ്കിലും ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും. സുവേന്ദ്രു അധികാരി ആ കാര്യത്തിന് വ്യക്തമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി അടച്ച് മുല്ലുവേലിയിടാൻ വേണ്ടി 500ഓളം ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്രമികൾക്ക് ഇനി ബംഗ്ലാദേശിലാണ് സ്ഥാനം, ഇന്ത്യയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിതമായിട്ടും അദ്ദേഹം പറഞ്ഞു. അതായത് ഗുണ്ടാരാജ് അവസാനിച്ചിരിക്കുന്നു,
ഇനി ആരെങ്കിലും അതിന് മുതിരുകയാണെങ്കിൽ അവർ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല എന്ന് പച്ചയ്ക്ക് പറയാൻ സുവേന്ദു അധികാരി എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രി തയ്യാറായത് കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ട് ഗുണ്ടാരാജ് അവസാനിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് പശ്ചിമ ബംഗാൾ കടക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഇനി പുറത്തിറങ്ങി സഞ്ചരിക്കാവുന്ന സ്വതന്ത്ര ബംഗ്ല അതാണ് ഇനി കാണാൻ പോകുന്നത്. കൽക്കട്ട പഴയ കൽക്കട്ടയായി തീരും അല്ലെ സാർ? അങ്ങനെ ഇവിടെ പറയാം അല്ലെ? തീർച്ചയായിട്ടും പഴയതിനേക്കാൾ മികച്ച കൽക്കട്ടയായി മാറും. നന്ദി, താങ്ക് യു സാർ.